ഉത്തരേന്ത്യയിലടക്കം ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായ പശ്ചാത്തലമുണ്ട്. ഒടുവിലത്തെ ഛത്തീസ്ഗഡിലെ സംഭവമൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ ക്രൈസ്തവ സഭകളുടെ ഒപ്പം തന്നെ വിശ്വാസികളുടെ ഒരു വിരുദ്ധ അല്ലെങ്കിൽ BJP വിരുദ്ധ വികാരം അങ്ങനെ എന്തെങ്കിലും അവിടെ മണ്ഡലത്തിലുണ്ടോ, അല്ലെങ്കിൽ അതൊക്കെ പരിഹരിച്ചു കഴിഞ്ഞു? ലോകത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും സുരക്ഷമായിട്ടുള്ള രാജ്യം ഇന്ത്യയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പേര് നിങ്ങൾക്ക് പറയാമെങ്കിൽ ഞാൻ അംഗീകരിക്കാം. പാകിസ്ഥാൻ എടുത്താൽ അവിടുത്തെ ന്യൂനപക്ഷത്തിൻ്റെ കാര്യം അറിയാമല്ലോ. ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയും ഒക്കെ കാര്യം അറിയാം. ചൈനയിലെ അറിയാം, ക്രിസ്ത്യാനികളുടെയും മുസ്ലിമിൻ്റെയും കാര്യം അറിയാം. അവിടെ മുസ്ലിം 50 ലക്ഷമല്ലേ കിടക്കുന്നത് ജയിലിൽ. അതുപോലെ തന്നെ നമ്മുടെ മ്യാൻമാർ, അവിടുത്തെ ഒരു വിഭാഗം മുസ്ലിംസ് ഇന്ത്യയിലല്ലേ. ബംഗ്ലാദേശിൽ അവിടെ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും സിഖുകാരനുമുള്ള അവസ്ഥ എന്താണ്? ശ്രീലങ്കയിൽ ആരും ഇപ്പോഴും മറക്കുകയല്ലോ, നമ്മുടെ ഈസ്റ്റർ ഈവ് മറക്കില്ലല്ലോ. അതുപോലെ യൂറോപ്പിലും അതുപോലെ തന്നെ അമേരിക്കയിലും ഭൂരിപക്ഷ സമൂഹം ആക്രമിക്കപ്പെടുകയല്ലേ. അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രാജ്യം ഇന്ത്യയാണ്. അതല്ലെങ്കിൽ നിങ്ങളൊരു രാജ്യത്തിന്റെ പേര് പറയുക ആരെങ്കിലും. അപ്പൊ അതുകൊണ്ട് ആ വിഷയം ഇടുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും ആസാമിലും അതേപോലെ തന്നെ പോണ്ടിച്ചേരിയിലും എല്ലാം ആണ്, ബംഗാളിലും എല്ലാം ആണ്. ഇവിടങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ കേരളം ക്രിസ്ത്യാനിറ്റിക്ക് കുറച്ചുകൂടെ സുരക്ഷിതമായ സ്ഥലവും മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ കിഴക്കൻ മേഖലകളിലുള്ളവർക്ക് കുറച്ച് പ്രശ്നങ്ങളും അല്ലേ ഇപ്പൊ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇന്ത്യക്കകത്തുള്ള സാഹചര്യം കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട. ഇന്ത്യക്കകത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ഇന്ത്യക്കകത്ത് ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പേര് നിങ്ങൾ പറ. ഇത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു രാജ്യത്തിന്റെ പേര് നിങ്ങൾ പറ. ഞാൻ അതിന് മറുപടി പറയാം. ആരെങ്കിലും പറയട്ടെ. ലോകത്ത് ഇന്ത്യ പോലെ എല്ലാവർക്കും സുരക്ഷിതമായിട്ടുള്ള, ന്യൂനപക്ഷത്തിനും ഭൂരിപക്ഷത്തിനും, അത് ഞാൻ എടുത്തു പറയുന്നു, ഭൂരിപക്ഷത്തിനും വെസ്റ്റേൺ രാജ്യങ്ങളിൽ ആക്രമിക്കപ്പെടുന്നത് ഭൂരിപക്ഷമാണ്. അപ്പം അതുകൊണ്ട് അത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. കാരണം ഇവിടുത്തെ ജനങ്ങൾ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും സമാധാനപരമായിട്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ആ ചോദ്യം വിടുക. അത് നമുക്ക് വേറെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഈ ക്രൈസ്തവ സഭകൾ BJPയുമായി അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടുതൽ. ഇത്തവണത്തെ ഇപ്പോൾ 47 പേരുടെ പട്ടിക പ്രഖ്യാപിച്ചതിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പേരുകൾ കൂടുതലായിട്ടുണ്ട്. അപ്പം ഒരു വലിയ ഓപ്പർച്യൂണിറ്റി കാഞ്ഞിരപ്പള്ളിയിൽ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സമുദായത്തിൻ്റെ വോട്ടാണ് ഞാൻ പറഞ്ഞില്ല. ഇതൊരു മിഷനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഈ 14 വയസ്സിൽ സ്വയം ആരും പറയാതെ സ്വയം ഒരാശയം ഏറ്റെടുത്തയാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മിഷനാണ്. എല്ലാ ജനവിഭാഗങ്ങളുടെ വോട്ടിന് വേണ്ടിയാണ് ഇറങ്ങുന്നത്. എൻ്റെ ആശയത്തിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ചതാണ്. അതുകൊണ്ട് അത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാവും, കേരളത്തിലെ ജനങ്ങൾക്ക് പിടികിട്ടും എന്താണ് ആ ചോദ്യം എന്നുള്ളത്. കാരണം അത് ശ്രദ്ധിക്കണം. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരും പറയാതെ ഞാൻ ഏറ്റെടുത്ത ആശയമാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതമാണിത്, അത് എൻ്റെ മിഷനാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഈ ആശയത്തിൻ്റെ ഇതുമായിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്, വികസനവുമായിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അത് മണ്ഡലത്തിലേക്ക് ഇനി എന്തെങ്കിലും നെഗറ്റീവ് വേണമെന്നുണ്ടോ അത് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. കാരണം ഇപ്പൊ നെഗറ്റീവിനാണ് വില. എന്തായിരിക്കും പ്രയോറിറ്റി? വികസനം, തീർച്ചയായിട്ടും വികസനമല്ലേ, വികസനമാണ്. ഇപ്പൊ നമുക്ക് നിർത്താവുന്ന നാളെ ഞാനിവിടെ ഇപ്പൊ ഞാൻ ഡൽഹിയിലാണുള്ളത്. പാർലമെന്റിൽ ഞാൻ റോസ്റ്റർ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് വന്നത്. അപ്പോൾ നാളെ രാവിലെ ഞാൻ കേരളത്തിലേക്ക് പോകും. മണ്ഡലത്തിൽ എപ്പോൾ എത്തണമെന്നുള്ളത് പാർട്ടി തീരുമാനിക്കും. ദേശീയ നേതൃത്വം എടുത്തൊരു നിലപാടെന്ന് പറഞ്ഞാൽ ജയിച്ചാലും തോറ്റാലും ഇനി മുതൽ അതാത് മണ്ഡലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രവർത്തന മണ്ഡലം പൂർണ്ണമായിട്ട് നാട്ടിലേക്ക് മാറ്റുകയാണോ? അല്ലല്ല, പാർട്ടി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്താണെങ്കിലും ചെയ്യും. കാരണം നേഴ്സിംഗ് എന്നാണ് പറയുന്നത്. എവിടെയാണെങ്കിലും ഈ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും മത്സരിച്ച് ഏത് പോസ്റ്റ് ആയാലും മത്സരിച്ചവർ ആ മണ്ഡലത്തിൽ അടുത്ത ഇലക്ഷൻ വരെ അവരെ ശ്രദ്ധിക്കണമെന്നാണ്. അതുകൊണ്ടാണ്.